ഹലോ അസ്സാമു അലൈക്കും. വളരെ സിമ്പിളായിട്ടൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ. സിമ്പിൾ മാത്രമല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റും അതുപോലെ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും. അതിനായിട്ട് 2 വലിയ ക്യാരറ്റ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമുള്ളത് 4 കോഴിമുട്ടയാണ്. അതും ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായത് 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ വീഡിയോ എടുക്കണതിൽ കുറച്ച് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതാക്കി കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ലൊരു മീഡിയം മധുരമാണ് കേട്ടോ നല്ലത്. അതുപോലെ ഒരു 2 ഏലക്ക, പിന്നെ ഒരു കപ്പോളം പാലും കൂടി വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു കേക്കിനുള്ള. ഇനി ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. എല്ലാം നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടണം, മുഴുവനായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് അതാണ്. നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. ഞാനിവിടെ മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ മുന്തിരി വെച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ അടിയിലേക്ക് താന്നു പോകും. പിന്നെ അതുപോലെ അടിയിൽ തട്ട് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കരിഞ്ഞ് ഇതായി പോട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ വേറെ ഈ ബ്രെഡ് ചേർക്കാതെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ചേർത്ത ഈ ഒരു കേക്ക്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.